മകളെ, തീർത്ഥാടക സഭയുടെ പ്രായോഗിക ജീവിതത്തിൽ മരിയ ഭക്തി വളരെ പ്രാധാന്യമുണ്ട്. ദൈവമാതാവിന് മാനവരാശിയോട് പ്രത്യേകമായ ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. ഈ വരുന്ന 33 ദിനങ്ങൾ, ഓഗസ്റ്റ് മാസം 7-ാം തീയതി മുതൽ സെപ്റ്റംബർ 8 വരെ മാതാവിൻ്റെ ജന്മത്തിരുനാളിന് ഒരുങ്ങുകയാണ്. ഞാനും എൻ്റെ കുടുംബവും ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന മാതാവിൻ്റെ കോടി അർച്ചനയായി സമർപ്പിക്കുകയാണ്. അതിന് നമുക്കെന്താ കിട്ടുക? മാതാവിൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുവാൻ തക്കവണ്ണത്തിൽ ആ പ്രാർത്ഥനകൾ ചൊല്ലി ത്യാഗങ്ങളും ഉപവാസമൊക്കെ എടുത്തുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കണം. ഈ 7 ദിവസങ്ങളിൽ മാതാവിൻ്റെ 7 വ്യാകുലങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കടന്നു നീങ്ങാൻ പോകുന്നത്. ജെറുസലം വചനകൂടാരത്തിലെ 3 മിനിറ്റ് പ്രാർത്ഥനയിലെ മാതാവിൻ്റെ 7 വ്യാകുലങ്ങളിലെ 1-ാമത്തെ വ്യാകുലം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 34-35 വാക്യങ്ങൾ. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ച് കയറും. മകളെ, ശിമയോൻ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കയറും. ശിമയോന്റെ പ്രവചനമാണ് മാതാവിൻ്റെ 1-ാമത്തെ വ്യാകുലമായ സഭ അംഗീകരിച്ചിരിക്കുന്നത്. തിരുക്കുടുംബത്തെ പോലെ നമുക്കും നമ്മുടെ ഹൃദയത്തിലൂടെ ചില പറഞ്ഞ വാക്കുകൾ, ചില പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വാളുകളാണ്. നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുവാൻ പറഞ്ഞ കാര്യങ്ങൾ, എടുത്ത നടപടികൾ ചിലപ്പോഴെങ്കിലും വാളുകളായിട്ട് നിൽക്കാറില്ലേ? നമ്മളെ നിരാശയിൽ അടയ്ക്കാൻ, നമ്മുടെ പ്രവർത്തനത്തെ നിർജീവമാക്കി തീർക്കാനായിട്ട് പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വാളുകളായി മാറിയിട്ടില്ലേ? ആത്മീയമായ മുന്നേറ്റത്തിൽ ഒരു ഉണർവും ഉന്മേഷവും ഇല്ലാതെയായി ഇരുളിൻ്റെ ലോകത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയ ചില അവസ്ഥാവിശേഷങ്ങൾ, സാഹചര്യങ്ങൾ നമുക്കുണ്ടായിട്ടില്ലേ? മാതാവിൻ്റെ ഹൃദയത്തിൽ കയറിയതുപോലെ നമ്മുടെ ഹൃദയത്തിലും അതുപോലുള്ള വാളുകൾ കയറിയിട്ടുണ്ടാകാം. മക്കളെ, തിരുക്കുടുംബത്തെ പോലെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും വാളുകളും ദൈവസന്നിധിയിൽ പോകാനും ദൈവാലയത്തിൽ പോകാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വരം കിട്ടട്ടെ. ഇന്നേ ദിവസം കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ബുദ്ധിക്ക് വികാസമില്ലാത്തവർ, ശാരീരിക വൈകല്യമുള്ള ഏവരെയും, ഇടയ്ക്കിടെ തലചുറ്റി വീഴുന്നവരെയും, അപസ്മാര രോഗബാധിതമായവരെയും, തല പൊട്ടിപ്പൊളിയുന്ന വേദനയുള്ള മൈഗ്രെയിൻ്റെ അസുഖമുള്ളവരെയും മാതാവിൻ്റെ കൈകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാതാവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭവനത്തിലേക്ക് നീ കടന്നു വരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.